ഗ്രാൻഡ് പേരൻസിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാരണം മാനസികമായ ഒരു ചേഞ്ചാണോ എന്നറിയാൻ പറ്റാതെ പോകുമ്പോൾ കുടുംബങ്ങൾ തന്നെ തകർന്നു. ഒരു വിഷാദ രോഗങ്ങൾ, ഉത്കണ്ഠ രോഗങ്ങൾ, സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ സ്കിസോഫ്രീനിയ സാധാരണ ഒരു 10, 40, 45, 50 വയസ്സിന് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കും. വാർദ്ധക്യത്തിലൊരു മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തലച്ചോറിൻ്റെ, അതായത് ഒരു ന്യൂറോളജിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഒരു ശാരീരിക അസുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരാം. ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ ഒരു സമയമാണ്. കുടുംബത്തിൽ ആൾക്കാർ കുറയുമ്പം ഒറ്റപ്പെടുവാനുള്ള സാധ്യത കൂടുന്നു. ഒരിക്കലും ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കുന്ന അച്ഛനമ്മമാരെ ഡിസിപ്ലിൻ ചെയ്യരുത്. ഒരാൾ മാനസിക ചികിത്സയ്ക്ക് തയ്യാറല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവിന് മാത്രമേ അവരെ അതിന് നിർബന്ധിക്കാൻ പറ്റത്തുള്ളൂ. ഒരു മാനസിക രോഗം ഒരാൾക്കുണ്ടാവുമ്പം ഒരുപക്ഷെ 98% രോഗങ്ങളും 98-99% ബഹുഭൂരിപക്ഷം രോഗങ്ങളും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആ രോഗി തന്നെയാണ്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ TR ജോൺ ആണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അഡ്രസ്സ് ചെയ്യാറുണ്ട്. അത് കുട്ടികളുടെ, യുവാക്കളുടെ ഒക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളധികം സംസാരിക്കാത്ത ഒന്നാണ് നമ്മളുടെ വീട്ടിലെ ഗ്രാൻഡ് പാരൻസിൻ്റെ മാനസികാരോഗ്യത്തെക്കുറിച്ച്. നമ്മുടെ വീട്ടിലെ മുതിർന്നവർ നേരിടുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മുതിർന്നവർ, അതായത് സീനിയർ സിറ്റിസൺസിൻ്റെ ഒരു പെർസെൻറ്റേജ് അത് നമ്മുടെ സമൂഹത്തിൽ തന്നെ അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള സമൂഹം വയോധികരുടെ ഒരു സമൂഹമായി മാറാൻ പോകുന്നു, അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞു എന്ന് തന്നെ ചിലർ പറയാറുണ്ട്. ആ സമയത്ത്, ഈ കാലഘട്ടങ്ങളിൽ അവരുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് അറിവുണ്ടായിരിക്കുക എന്നത് വളരെ ആവശ്യകരമാണ്. സമൂഹത്തിന് മാത്രമല്ല, അവർക്ക് തന്നെ, ആ വാർദ്ധക്യത്തിലോട്ട് നീങ്ങുന്ന ആൾക്കാർക്ക് തന്നെ, അവരുടെ മക്കൾക്ക്, അവരുടെ കൊച്ചുമക്കൾക്ക് അവർക്കുണ്ടായേക്കാവുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റി ഒരു ബോധമുണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, എൻ്റെ അടുക്കൽ ഒരു 1.5 മാസം മുമ്പ് എനിക്ക് വന്നതാണ്. മരുമോള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പോകുന്നു, തീരുമാനിച്ചു. അപ്പം മകന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് മകളെക്കുറിച്ച് മരുമകൾ വിഷം കഴിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരിയുടെ പ്രശ്നം. അപ്പം മകളുമായിട്ട് എപ്പോഴും വഴക്കാണ്, തന്നെത്താൻ കുക്കിംഗ് തുടങ്ങി. അപ്പം മകൻ പറയുന്നുണ്ട്, ഇവർ തമ്മിൽ നല്ല സ്നേഹമായിരുന്നു, എന്താ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. മരുമകളാണെങ്കിൽ ഒരു നല്ല പെൺകുട്ടി, പുള്ളിക്കറിയത്തില്ല എന്താ സംഭവിക്കുന്നത്, അമ്മ എന്തിനാ ഇങ്ങനെ തുടങ്ങുന്നത്. അമ്മ നാട്ടുകാരോട് മുഴുവൻ പറയുകയാണ്, ബന്ധുക്കാരോടും ഇതും, തന്നെത്താൻ കുക്കിംഗ് തന്നെ തുടങ്ങി. അപ്പം മരുമകൾ പറഞ്ഞു, ഞാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പോരാ, അല്ലെങ്കിൽ അമ്മയാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ അവരുടെ കുടുംബജീവിതം തകർച്ചയിലോട്ട് നീങ്ങുന്ന രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് വന്നപ്പം അമ്മയ്ക്ക് ഡിമെൻഷ്യയുടെ ഏർലി സ്റ്റേജാണ്. അപ്പോൾ അമ്മ ഒരു കാര്യം മറന്നു പോകുമ്പം അത് മരുമകൾ എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. അവിടുന്ന് തുടങ്ങിയ കുറ്റാരോപണം, മരുമകൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്ന അടുത്ത ലെവലിലോട്ട് നീങ്ങി. അപ്പം ആ കുടുംബം, അമ്മയ്ക്ക് ഇച്ചിരി ട്രീറ്റ്മെൻറ്റ് തുടങ്ങി, മരുമകളെ ഒന്ന് ബോധവൽക്കരിച്ചു, മകനെയും ഒക്കെ ആ കുടുംബം രക്ഷിക്കാൻ പറ്റി. പക്ഷെ അങ്ങനെ ഇത് പല സ്ഥലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അമ്മമാരുടെ മാറ്റം, ഗ്രാൻഡ് പേരൻസിൻ്റെ മാറ്റത്തിൻ്റെ ഒരു കാരണം മാനസികമായ ഒരു ചേഞ്ചാണോ എന്നറിയാൻ പറ്റാതെ പോകുമ്പോൾ കുടുംബങ്ങൾ തന്നെ തകർന്നു പോകുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അവെയർ ആയിരിക്കണം എന്ന അഭിപ്രായമാണ്. അപ്പം ചോദിച്ച ചോദ്യത്തിന് ഉത്തരവായിട്ട് ഇപ്പം നമ്മൾ എന്തൊക്കെയാണ് മാനസിക രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ മറ്റ് കാലഘട്ടങ്ങളിലുള്ള മാനസിക രോഗങ്ങൾ തന്നെ നമുക്ക് വാർദ്ധക്യത്തിലും വരാം. മുമ്പുണ്ടായിട്ടുള്ളതായിരിക്കാം, ഇപ്പം തിരിച്ചു വന്നതാകാം, പുതുതായിട്ട് തുടങ്ങുന്നതായിരിക്കാം. ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ മാത്രം കൂടുതലാകുന്ന ഒരു രോഗം എന്ന് പറഞ്ഞാൽ ഡിമെൻഷ്യ, മെമ്മറി പ്രോബ്ലംസ് മാത്രമായിരിക്കും ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ തുടങ്ങുന്ന ഒരു പ്രത്യേകമായ ഒരു മാനസിക അവസ്ഥ.
ബാക്കിയെല്ലാം വിഷാദം, വിഷാദ രോഗങ്ങൾ, ഉത്കണ്ഠ രോഗങ്ങൾ, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, സ്കിസോഫ്രീനിയ സാധാരണ ഒരു 10, 40, 45, 50 വയസ്സിന് മുമ്പ് തന്നെ തുടങ്ങിയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സാധാരണ തുടങ്ങുന്ന അങ്ങനത്തെ ഒരു അസുഖത്തിനെ സ്കിസോഫ്രീനിയ എന്ന് നമ്മൾ വിളിക്കാറില്ല. മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മൾ നോക്കാറുണ്ട്. ഒരു കാര്യം നമുക്ക് കൂടുതലായിട്ട് നോക്കാറുള്ളത് എന്തെങ്കിലും വാർദ്ധക്യത്തിലൊരു മാനസിക വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തലച്ചോറിൻ്റെ, അതായത് ഒരു ന്യൂറോളജിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഒരു ശാരീരിക അസുഖത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാനസികമായ ബുദ്ധിമുട്ടുകൾ വരാം. അതും കൂടി ഒന്ന് ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, ഡിപ്രഷൻ അല്ലെങ്കിൽ ആങ്സൈറ്റി, ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഗ്രാൻഡ് പാരൻസിന് വരാം, സീനിയർ സിറ്റിസൺസിന് വരാം. അപ്പം അത് അവരുടെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉള്ളിൽ കിടക്കുന്ന അസുഖം ഒരു 50, 60 കഴിയുമ്പോൾ പുറത്തേക്ക് വരുന്നതാണോ? അല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. മിക്ക രോഗങ്ങളും തന്നെ ഏത് പ്രായത്തിലും വരാവുന്നതാണ്. ഡിപ്രഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ രോഗങ്ങൾ എന്ന് പറയുന്നത് ഏത് സമയത്തും തുടങ്ങാവുന്ന ഒരു അസുഖമാണ്. അത് ഉള്ളിലുള്ളത് പുറത്തോട്ട് വരിക എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അത് ഏത് സമയത്തും തുടങ്ങാവുന്നതാണ്. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് ലേറ്റ് ടീൻസ്. ഇപ്പോൾ ഡിപ്രഷൻ നോക്കുവാണെങ്കിൽ കൗമാരത്തിൻ്റെ അവസാനം, യൂത്തിൻ്റെ ആദ്യം ഒരു സ്പൈക്ക് ഉണ്ട്. ആ സമയങ്ങളിൽ കൂടുതൽ സാധ്യതയുണ്ട്. പിന്നെ ലേറ്റ് 40s, മധ്യവയസ്കർ എന്ന രീതി. പിന്നെ ഒരു സ്പൈക്ക് ഉള്ളതാണ് ഓൾഡ് ഏജിൽ. ഓക്കെ, നമ്മൾ ഈ വാർദ്ധക്യം എന്ന് പറയുന്നത് നഷ്ടങ്ങളുടെ ഒരു സമയമാണ്. എന്താ പറയുന്നത്, ജോലി നഷ്ടം, പവറിൻ്റെ നഷ്ടം, പൈസയുടെ നഷ്ടം, ആരോഗ്യത്തിൻ്റെ നഷ്ടം, കഴിവുകളുടെ നഷ്ടം, ബന്ധങ്ങളുടെ നഷ്ടം, അങ്ങനെ ഓരോരോ നഷ്ടങ്ങളുടെ കണക്കുകളാണ് ഓരോ പ്രായം കഴിയും തോറും. നഷ്ടങ്ങൾ കൂടുമ്പോൾ ഡിപ്രഷനും ഉത്കണ്ഠകളും ഉണ്ടാകാനുള്ള സാധ്യതകളും കൂടുന്നു. അപ്പം അതുകൊണ്ടാണ് ഒരു സ്പൈക്ക് വാർദ്ധക്യത്തിൽ ഉത്കണ്ഠ രോഗങ്ങളുടെയും ഡിപ്രസീവ് രോഗങ്ങളുടെയും ഒരു സ്പൈക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം അണുകുടുംബങ്ങൾ കൂടി വരികയാണ്. അത് ഇപ്പം മാതാപിതാക്കൾ മാത്രം വീട്ടിലാവുകയും മക്കൾ ജോലിക്കായി മറ്റ് രാജ്യങ്ങളിലേക്കോ മറ്റ് ജില്ലകളിലേക്കോ ഒക്കെ പോകുന്ന സാഹചര്യമുണ്ട്. ഇത് ഗ്രാൻഡ് പാരൻസിന്റെ മെന്റൽ ഹെൽത്തിനെ എത്രത്തോളം ബാധിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, ഒറ്റപ്പെടലുകൾ, ബന്ധങ്ങൾ, കുടുംബത്തിൽ ആൾക്കാർ കുറയുമ്പം ഒറ്റപ്പെടുവാനുള്ള സാധ്യത കൂടുന്നു. അതുപോലെ തന്നെ വളരെ അധികം ആരോഗ്യത്തിന് ഹാനികരമായേക്കാവുന്ന രീതികളും കൂടുന്നു. അതായത് ഭക്ഷണം ഉണ്ടാക്കാൻ നിർബന്ധമില്ലാത്തപ്പം വളരെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി, എത്രയോ കുടുംബങ്ങൾ എനിക്കറിയാം, രാവിലെ ഇച്ചിരി ഫുഡ് ഉണ്ടാക്കിയാൽ ഇച്ചിരി കുറച്ച് കഴിക്കുകയാണെങ്കിൽ ലഞ്ചിനും കൂടെ വേറൊന്നും വേണ്ട, ഒരല്പം കൂടെ ഒന്ന് കുറയ്ക്കുവാണെങ്കിൽ ഡിന്നറും അതുകൊണ്ട് തന്നെ തീർക്കാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന പ്രായമായ ആൾക്കാർ താമസിക്കുന്ന കുടുംബങ്ങൾ ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയുള്ള മറ്റൊരു രീതി. പിന്നെ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കുറഞ്ഞു പോകും. കാരണം പുറത്തോട്ട് പോകണമെങ്കിൽ സഹായം വേണം, സഹായത്തിന് ആളില്ല എന്ന് പറയുമ്പോൾ ഒറ്റപ്പെടലുകൾ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ, ഞാനൊന്ന് വീണാൽ ആരെടുത്തുകൊണ്ട് പോകും, ഓക്കെ, അല്ലെങ്കിൽ ഒരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ ആരുടെ സഹായം വിളിക്കും, ഈ വക കാര്യങ്ങളിൽ ഉത്കണ്ഠകൾ കൂടും. അതുപോലെ തന്നെ ആരോഗ്യത്തിന് നല്ലതായ കാര്യങ്ങൾ, ഒരു ചിട്ട, ഒരു കുടുംബത്തിൽ ഒരു കൊച്ചുകുട്ടിയുണ്ടെന്ന് വെച്ചു, ഒരു ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്. അപ്പോൾ അവന് രാവിലെ സ്കൂളിൽ പോകണം, രാവിലെ എഴുന്നേൽക്കണം, തയ്യാറാക്കണം, കുട്ടിയുടെ അമ്മയെ സഹായിക്കാൻ വല്യമ്മ വേണം, അങ്ങനെ, അല്ലെങ്കിൽ അവൻ 4 മണിക്ക് തിരിച്ചു വരും, അവന് പലഹാരം വേണം. ഈ രീതിയിലുള്ളൊരു ചിട്ട വരുത്താനുള്ള ബാഹ്യ കാരണങ്ങൾ അണുകുടുംബങ്ങൾ കുറഞ്ഞു പോകുന്നു. ഓക്കെ, ഇപ്പം ഡോക്ടർ അത് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മളിപ്പം കൂടുതലായിട്ടും കൊച്ചുമക്കളെ നോക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആവുന്ന ഒരു ട്രെൻഡ് നമുക്കിപ്പോൾ ചുറ്റുമുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചുമക്കൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്
എന്ന് പറയും. പക്ഷെ അത് അവർക്ക് ഹാപ്പിനെസ് തരുന്നതിനോടൊപ്പം തന്നെ ഒരു മെൻ്റൽ സ്ട്രെസ്സും കൂടെ പലർക്കും നൽകുന്നില്ലേ? തീർച്ചയായിട്ടും. ഈ കൊച്ചുമക്കളുള്ള, അതായത് ഗ്രാൻഡ് പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, മിക്ക ഗ്രാൻഡ് പേരൻസും ചിന്തിക്കുന്നത് എന്താ, ഞങ്ങൾ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്ന നിലയ്ക്ക് കുട്ടികളെ വളർത്താൻ നമുക്ക് സമയം കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് നമുക്ക് കൊച്ചുമക്കളെ നോക്കി അത് നടത്താം. നല്ല ചിന്തകളാണ്. പക്ഷേ ഒരിക്കലും അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കരുത്. കുട്ടികളെ വളർത്തുക എന്നുള്ളത് അച്ഛനമ്മമാരുടെ കയ്യിൽ ഉള്ള തീരുമാനമാണ്. ആ തീരുമാനം പ്രാവർത്തികമാക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ് ഗ്രാൻഡ് പേരൻസിൻ്റെ. ഒത്തിരി ഗ്രാൻഡ് പേരൻസ് ഇന്ന് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങും. ഏത് സ്കൂളിൽ പഠിക്കണം, എങ്ങനെ ഇത് ചെയ്യണം. അങ്ങനെയല്ല. പേരൻസ് എടുക്കുന്ന തീരുമാനങ്ങളെ പ്രാവർത്തികമാക്കാൻ സഹായിക്കുക. അപ്പോൾ പ്രാവർത്തികമാക്കാൻ സഹായിക്കുമ്പം അതിനൊരു ലിമിറ്റ് വേണം. അതിനെപ്പോഴും ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാൻ വേണം. അതിൽ കൂടുതൽ ഇൻവോൾവ് ആകരുത്, അതിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയും ചെയ്യില്ല. കാരണം അപ്പോഴാണ് നമ്മുടെ ആ എൻജോയ്മെൻറ്റ് പോകുന്നത്, അതൊരു സ്ട്രെസ്സായിട്ട് മാറുന്നത്. ഇപ്പം ഡോക്ടർ പറഞ്ഞല്ലോ, നമ്മൾ ഗ്രാൻഡ് പാരൻസ് കുട്ടികളുടെ കാര്യത്തിൽ ഓവറായിട്ട് ഡിസിഷൻസ് എടുക്കരുതെന്ന്. ചില സമയത്ത് ചില വീടുകളിലെ അമ്മമാർ മക്കളോട് ഒരു കാര്യം തെറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയാറുണ്ട്. അപ്പം ഗ്രാൻഡ് പാരൻസ് അതിൽ ഇടപെട്ടിട്ട് അതങ്ങനെയല്ല, അവരെ തല്ലരുത്, വഴക്ക് പറയരുതെന്ന് പറഞ്ഞ് കൂടുതലായി കൊഞ്ചിക്കുകയും ഓമനിക്കുകയും ചെയ്യും. അത് കുട്ടികൾക്ക് തെറ്റുകൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തിരിച്ചറിയാനോ ഉള്ള ഒരു സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഗ്രാൻഡ് പാരൻസ് ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് ഉപയോഗിക്കാമോ? അത് കുട്ടികളെയും ബാധിക്കത്തില്ലേ? ഇത് തീർച്ചയായിട്ടും ഗ്രാൻഡ് പേരൻസ് ചിന്തിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ഡിസിപ്ലിനിങ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി പേരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അവിടെ ഒരു സഹായമായിട്ടേ നമുക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ. ഇനി ഒരു അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ മക്കളെ ഡിസിപ്ലിൻ ചെയ്യുന്ന സമയത്ത് അതിനോട് ഗ്രാൻഡ് പേരൻസിനൊരു എതിർപ്പുണ്ട്. ഇങ്ങനെയല്ല ചെയ്യണ്ടെങ്കിൽ അത് പ്രൈവറ്റായിട്ടേ അത് പറയാവുള്ളൂ. ആ സമയത്ത് കുട്ടിയോട് അങ്ങനെ പറയുമ്പം അത് അച്ഛനമ്മമാരുടെ അവകാശത്തെ ഹനിക്കലാണ്. ദിസ് ഗ്രാൻഡ് പേരൻസ് ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദിസ്. ഏതൊരു ഗ്രാൻഡ് പേരൻറ്റും ഇതിനെക്കുറിച്ച് ഭയങ്കര ക്ലിയർ ആയിരിക്കണം. ഒരിക്കലും ഡിസിപ്ലിൻ ചെയ്യാൻ നോക്കുന്ന അച്ഛനമ്മമാരെ ഡിസിപ്ലിൻ ചെയ്യരുത്. അണ്ടർസ്റ്റുഡ്? അവരോട് അതിനുശേഷം പ്രൈവറ്റായിട്ട് യു ക്യാൻ ഹാവ് എ ഡിസ്കഷൻ. കുട്ടികളെന്ന് പറയുമ്പം ഒരു കാര്യം എപ്പോഴും ഓർത്തോണം, അവരുടെ കാര്യം നടത്താൻ അവർ മിടുക്കരാണ്. അപ്പം ആര് അവരെ കൊണ്ട് ചെയ്യാൻ സമ്മതിക്കുന്ന അവർ അങ്ങോട്ട് ചായും. അപ്പം ഇറ്റ് ബിക്കംസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഇതായത് പേരൻസും ഗ്രാൻഡ് പേരൻസും തമ്മിലുള്ള ഒരു സ്ട്രഗിളായിട്ട് ഇത് മാറും. ഒരുപക്ഷെ ഏതൊരു മരുമകളോടും ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റും ഇത് തന്നെയായിരിക്കും. ഗ്രാൻഡ് പേരൻസിനെ കുറിച്ചുള്ള കംപ്ലൈൻറ്റ്. കുട്ടിയെ ഞാൻ പരിശീലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഡിസിപ്ലിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അവർ ഇടപെടുന്നു എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ അവരുടെ ഏറ്റവും കോമൺ കംപ്ലൈൻറ്റ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മുടെ ഗ്രാൻഡ് പാരൻസ് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവരത് തുറന്നു പറയണില്ല. ഇപ്പൊ കുഞ്ഞു മക്കളാണെങ്കിൽ ചിലപ്പോൾ വയറുവേദന, തലവേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളായിരിക്കും പറയുക. നമ്മൾ മറ്റു പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കുമല്ലോ കുട്ടിക്ക് ഇത്തരം മാനസിക പ്രശ്നമാണ് നമ്മൾ അറിയാം. അപ്പം ഗ്രാൻഡ് പാരൻസും അതുപോലെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം നേരിടുന്നുണ്ട് എന്ന് അവർക്ക് തിരിച്ചറിയാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല, അല്ലെങ്കിൽ അവർക്കത് മറ്റൊരാളോട് പറയാനും സാധിക്കില്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇത് മനസ്സിലാക്കിയെടുക്കുക? ഒരു കാര്യം ഉള്ളത്, ഈ മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരത്തെ അറിയണമെങ്കിൽ ആരെങ്കിലും അത് പറയാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾ പറയുമ്പോഴാണ് നമ്മൾ ഒരുപക്ഷെ ഏറ്റവും നേരത്തെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാൻഡ് പേരൻസ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം, ഇവരിൽ പലരും പ്രതാപവാന്മാരായി പല പൊസിഷനിൽ ഇരുന്ന് ഡിസിഷൻ മേക്കിംഗ് നടത്തി തീരുമാനങ്ങളെടുത്ത് കാര്യങ്ങൾ നടത്തിയവരാണ്. അപ്പം അവർക്ക്
മെൻ്റൽ ഹെൽത്ത് ഒരു വീക്ക്നെസ് ആണ്, ഓർ മെൻ്റൽ ഇൽനെസ്, അല്ലെങ്കിൽ ഞാൻ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നു എന്ന കാര്യം പറയുന്നത് പ്രത്യേകിച്ചും കുട്ടികളോട്, മക്കളോട് പറയുന്നത്. ഒരു കാലത്ത് ആ മക്കളുടെ സമ്മർദ്ദങ്ങളെ സഹായിച്ചിരുന്ന ഒരാൾ ഇപ്പം തിരിച്ചു പോയൊരു സഹായം ചോദിക്കാൻ ഇങ്ങനെയുള്ള പല പല മടികൾ കാരണമായിട്ടായിരിക്കും അവർ പറയാതിരിക്കുന്നത്. പക്ഷേ അത് പറയാതിരിക്കുന്നിടത്തോളം കാലം ആ ബുദ്ധിമുട്ടുകൾ പയ്യെ പയ്യെ കൂടിക്കൂടി വരും. മാനസിക സമ്മർദ്ദം എങ്ങനെ മനസ്സിലാക്കും എന്ന് പറയുമ്പം, അതായത് പറയാതെ ആ സമ്മർദ്ദം അനുഭവിക്കുന്ന ആൾ പറയാതെ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന എപ്പോഴും മാനസിക ലക്ഷണങ്ങൾ നോക്കിക്കൊണ്ടാണ്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഇറിറ്റബിളാകുന്നു, ഇറിറ്റബിലിറ്റി, അല്ലെങ്കിൽ ഉൾവലിയുന്നു, അധികം വർത്തമാനം പറയുന്നില്ല, ഒന്നിലും ഒരു ഉദാസീനത കാണിക്കുന്നു, കാര്യങ്ങൾ മാറ്റിവെക്കുന്നു, ഒന്നിലും ഒരു രസം കാണുന്നില്ല, പണ്ട് ചെയ്തിരുന്ന പല പ്രവൃത്തികളും ചെയ്യാതിരിക്കുന്നു, ക്ഷീണം, കൂടുതലായിട്ട് ശാരീരിക ക്ഷീണങ്ങൾ പറയുന്നു, അവരുടെ റുട്ടീൻ മാറുന്നു. ഓക്കെ, കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വേവലാതി കാണിക്കുന്നു, ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വേവലാതി കാണിക്കുന്നു, ഉറങ്ങുന്നില്ല, റെസ്റ്റ്ലെസ്നെസ് കാണിക്കുന്നു, അതായത് ഇരിക്കപ്രതിയില്ലായ്മ പോലെ കാണിക്കുന്നു. ഓക്കെ, കരയുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് സെൻറ്റിമെൻ്റലാവുന്നു. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഭക്ഷണം കുറയുന്നു, കൂടുതലായിട്ടുള്ള ശാരീരിക കംപ്ലൈൻറ്റുകൾ, അതായത് പണ്ടില്ലാത്ത പെട്ടെന്ന് പുതിയ വേഗ് കംപ്ലൈൻറ്റുകൾ. അതായത് നമ്മൾ ഡോക്ടർമാരെ കൊണ്ടേ കാണിച്ചു, വയറുവേദന എന്ന് പറഞ്ഞു, ഡോക്ടർമാരെ കൊണ്ടേ കാണിച്ചു, ഇൻവെസ്റ്റിഗേഷൻസൊക്കെ നടത്തി, ഒരു കാരണവും കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഈ വേഗ് കംപ്ലൈൻറ്റ്സ്, അല്ലെങ്കിൽ പല സിസ്റ്റംസ്, തല മുതൽ മുടി വരെ പല കംപ്ലൈൻറ്റ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ഷൻസ് ഇല്ലാത്ത പല ഓർഗൻ സിസ്റ്റംസ് ഉണ്ടല്ലോ, വയറിൻ്റെ, ഹാർട്ടിൻ്റെ, കാലിൻ്റെ എന്ന രീതിയിലുള്ള കണക്ഷൻസ് ഇല്ലാത്ത രീതിയിലുള്ള സിംറ്റങ്ങൾ പിന്നെയും പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വരുമ്പോഴത്തേക്കിനും അതൊരു മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമായേക്കാം. എങ്കിലും ഒരിക്കലും അങ്ങനെ കാണിച്ചിട്ടില്ലാത്ത ഒരാൾ പുതുതായിട്ട് കാണിക്കുമ്പം എപ്പോഴും ഒരു ശാരീരിക രോഗം എക്സ്ക്ലൂഡ് ചെയ്യുന്നത് ആവശ്യമാണ്. ഇപ്പം എൻ്റെ അടുക്കൽ പ്യുവർ ഡിപ്രഷനായിട്ട് ആദ്യമായിട്ട് ഒരു വാർദ്ധക്യത്തിൽ ആദ്യമായിട്ടൊരു ഡിപ്രഷനോ ഒരു ആങ്സൈറ്റി ഡിസോർഡറോ ഒക്കെ ആയിട്ട് വന്നാൽ പോലും ഞാൻ അവരെ മുഴുവൻ ശാരീരിക ടെസ്റ്റുകൾക്കും വിധേയമാക്കും. കാരണം ഒത്തിരി ശാരീരിക രോഗങ്ങളുണ്ട് ഇതേ ലക്ഷണങ്ങളോടുകൂടി വരാവുന്നത്, പ്രത്യേകിച്ചും തലച്ചോറിൻ്റെ അസുഖങ്ങൾ. ഓക്കെ, അപ്പോൾ കുടുംബാംഗങ്ങൾ ഇതിനുള്ളിൽ എന്താണ് ആദ്യം എടുക്കേണ്ട ഒരു സ്റ്റെപ്പ്? ഗ്രാൻഡ് പാരൻസ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ആദ്യം എടുക്കേണ്ട ഒരു സ്റ്റെപ്പ് അത് അവർ തന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഉദാസീനയാകുന്ന ഒരമ്മ, അല്ലെങ്കിൽ അച്ഛൻ പണ്ടത്തെ പോലെ ഇപ്പം ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ മദ്യപാനം ഇച്ചിരി കൂടിയിട്ടുണ്ട്, സിഗരറ്റ് വലി കൂടിയിട്ടുണ്ട്, ഉടനെ അതൊരു ക്യാരക്ടർ ചേഞ്ച് ആയത് അച്ഛനിപ്പം മടിയനായി മാറി, അല്ലെങ്കിൽ അച്ഛനിപ്പോൾ എന്തോ ഇച്ചിരി തെമ്മാടത്തരം കൂടുതൽ കാണിക്കുന്നുണ്ട് എന്ന രീതിയിൽ അതിനൊരു വ്യാഖ്യാനം കൊടുക്കാതെ ഒരു മാനസികമായ ബുദ്ധിമുട്ടാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. പ്രത്യേകിച്ചും ഇതുവരെ കാണിച്ചിട്ടില്ലാത്ത ഒരു സ്വഭാവവിശേഷം, അല്ലെങ്കിൽ ഒരിക്കലും പ്രശ്നമായിട്ടില്ലാത്ത ഒരു ഹാബിറ്റ് ഇപ്പം പ്രശ്നമായി മാറുന്നു. അരിശപ്പെടാത്ത, അല്ലെങ്കിൽ അധികം അരിശം കാണിക്കാത്ത ഒരാൾ ഇപ്പം തൊട്ടിനും പിടിച്ചിട്ടും അരിശപ്പെടുന്നു, വഴക്കുണ്ടാക്കുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങൾ ആയിരിക്കാമെന്ന് ആദ്യമായിട്ട് മക്കളാണ് ചിന്തിക്കേണ്ടത്, ചുറ്റിലുള്ളവരാണ് ചിന്തിക്കേണ്ടത്. പിന്നെ ആണ് അവരോട് ഒന്ന് സംസാരിക്കേണ്ടത്. പലപ്പോഴും മക്കൾക്ക് പ്രത്യേകിച്ചും അച്ഛനമ്മമാരോട് അവരുടെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മാനസിക അവസ്ഥകളെക്കുറിച്ച് സംസാരിച്ച് ശീലമില്ല. കുട്ടിക്കാലം മുതൽ നേരെ തിരിച്ചാണ്. മക്കളുടെ മാനസിക ഇതേക്കുറിച്ചാണ് അച്ഛനമ്മമാർ സംസാരിക്കുന്നത്. അപ്പോൾ ആ മക്കൾ വലുതാവുമ്പോൾ തിരിച്ച് അച്ഛനമ്മമാരോട് അവരുടെ അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപക്ഷെ അവരെ എൻകറേജ് ചെയ്യാൻ ആണ് ശ്രമിക്കേണ്ടത്. അതുപോലെ തന്നെ അവരെന്തെങ്കിലും ഒന്ന് പറയുമ്പം അതിനെ ലഘൂകരിക്കാൻ
നോക്കരുത്. അണ്ടർസ്റ്റുഡ്? എനിക്ക് ഇപ്പം ഇച്ചിരി പ്രശ്നം തോന്നുന്നു, എനിക്കിത് ചെയ്യാൻ പ്രശ്നം തോന്നുന്നു, അതെന്താ അച്ഛൻ ഇതിൻ്റെ ഇതിനു മുമ്പ് പലതും ചെയ്തിട്ടില്ല, ഇതൊക്കെ പുല്ല് പോലെ ചെയ്യുന്ന കാര്യമല്ലേ, ചെയ്തിരുന്ന കാര്യമല്ലേ, അതിനെ ലാഘവത്വത്തോടെ ലഘൂകരിക്കാൻ ശ്രമിക്കരുത്, നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കരുത്. ലെറ്റ് ദം ടോക്ക്. അവർ സംസാരിക്കട്ടെ. അവർ നേരിടുന്ന അവരുടെ മനസ്സിലുള്ള അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അവരെ എൻകറേജ് ചെയ്യുക. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഒന്നുകിൽ നമുക്ക് ഒരുപക്ഷെ കേൾക്കുന്നതിനെ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും കേട്ടിട്ട് അങ്ങനെ ശരിയാകുന്നില്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെറിയ ചെറിയ സൊല്യൂഷൻസ് വീട്ടിനകത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഉദാഹരണത്തിന് രാത്രിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന അമ്മ, രാത്രിയിൽ എന്തെങ്കിലും പറ്റിയാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതിന് അവിടെ ഒരു അലാം സിസ്റ്റം ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന അച്ഛനും അമ്മയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീട്, അവർക്ക് ടെൻഷനാണ് എന്ത് സംഭവിക്കുമെന്നുള്ളത്. അപ്പോഴൊരു ഇവാക്യുവേഷൻ പ്ലാൻ, ഒരു ആരോഗ്യത്തിനൊരു ഒരാൾക്ക് ഒരു മേജർ ആരോഗ്യ ഇഷ്യൂ ഉണ്ടാകുമ്പം വിളിക്കാനുള്ള ഒരു സിസ്റ്റം, എങ്ങനെ ഹെൽപ്പ് വിളിക്കും എന്ന സിസ്റ്റം. അതൊരു സിമ്പിൾ സിസ്റ്റമാകാം, അലാം സിസ്റ്റമാകാം, മക്കളെ വിളിക്കുന്നതാകാം. ഇപ്പം പിന്നെ മൊബൈൽ വന്നതുകൊണ്ട് വളരെയധികം ഉപയോഗമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോഴൊരു സിസ്റ്റം ഉണ്ട്, അതായത് ആള് വീഴുവാണെങ്കിൽ അത് അലേർട്ട് ചെയ്യും. ഓക്കെ, ഫോൾ അലാം സിസ്റ്റം എന്ന് പറയും. അതായത് നേരെ നിൽക്കുന്ന ഒരാൾ വീണ് കിടക്കുവാണെങ്കിൽ അത് മൊബൈലും അല്ലെങ്കിൽ അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. അപ്പം ഒരാൾ വീണു, അപ്പോൾ ഓട്ടോമാറ്റിക് അലേർട്ട് പോകും. ഇങ്ങനെയുള്ള ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ ചെയ്യുന്ന വഴി അവരുടെ ഉത്കണ്ഠകളെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റും. ഇത് ഓരോ പ്രശ്നത്തിനെയും നമ്മൾ നോക്കി കണ്ടു വേണം ചെയ്യാൻ. ഓക്കെ, അപ്പം അങ്ങനെ അവരുടെ ഉത്കണ്ഠകൾ കുറയ്ക്കുക. പിന്നെയുള്ളത് ഇത് കാര്യമായിട്ടുള്ള ഒരു ഇതാണെങ്കിൽ, പ്രത്യേകിച്ച് മെഡിക്കൽ കംപ്ലയിൻസ് പറയുമ്പം 1-2 പ്രാവശ്യമെങ്കിലും ഒന്ന് ഡോക്ടർമാരുടെ അടുക്ക കൊണ്ടുപോയിച്ച് നമുക്കതിന് ഒരു കാരണമില്ല എന്ന് തീരുമാനിക്കാവുള്ളൂ. ആവശ്യമായിടത്തോളം ഒരു ശാരീരിക ഇൻവെസ്റ്റിഗേഷൻസ്. അതിനുശേഷമാണ് നമ്മളൊരു സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്ന രീതിയിലോട്ട് മാറുന്നത്. ലഘുവായ കാര്യങ്ങളാണെങ്കിൽ സൈക്കോളജിസ്റ്റ് ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കാം. പ്രത്യേകിച്ചും പ്രായമായ ആൾക്കാരിൽ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് എടുക്കുന്നതായിരിക്കും കുറേ കൂടെ നല്ലത്. കാരണം ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് ആ സമയത്ത് ജീവിതത്തിൽ ഒരു കാര്യമുള്ള ജീവിതത്തിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളൊക്കെ കടന്നു വന്നവരാണ് അവർ. 60-70 വയസ്സാകുമ്പോഴത്തേക്കിനും ഒരു സാധാരണ മനുഷ്യനൊരു ജീവിതത്തിൽ കണ്ടിരിക്കാവുന്ന പ്രശ്നങ്ങൾ, ഫൈനാൻഷ്യൽ, ഫിസിക്കൽ, സോഷ്യൽ, എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോയേച്ചാണ് അവർ ആ പ്രായത്തിലെത്തുന്നത്. അപ്പം അന്നത് തകരാത്ത അവർ, അല്ലെങ്കിൽ അന്നത് കൈകാര്യം ചെയ്തിരുന്ന അവർക്ക് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ വരുമ്പോഴത്തേക്കിനും അതിനൊരു പ്യുവർ സൈക്കോളജിക്കൽ റീസൺ സാധാരണ കുറവാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ശാരീരികമായ റീസണും ഒരുപക്ഷെ മെഡിക്കേഷൻ്റെ ആവശ്യവും ഈ കൂട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞല്ലോ, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞല്ലോ. അപ്പം നമ്മുടെ സമൂഹത്തിൽ തെറ്റായ കുറേ ധാരണകളുണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ, കൗൺസിലറെ ഒക്കെ കാണുന്നതിന്. അപ്പോൾ നമ്മൾ പ്രായമായവരെ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണിക്കാൻ പോവാണെന്ന് ആദ്യം അവരെ തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. അപ്പം അവർക്കത് മനസ്സിലായില്ല, അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് എടുക്കുക? അവരത് ഉൾക്കൊള്ളാൻ തയ്യാറില്ലെങ്കിൽ, സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ അധികം സിസ്റ്റംസ് ഇല്ല, അധികം ബാക്കപ്പ് ഇല്ല. അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് മാത്രമേ ഉള്ളൂ. ശിഥിലമാകുന്ന ഒട്ടനവധി കുടുംബങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. നമുക്കറിയാം അവർക്കൊരു ഡെലൂഷണൽ ഡിസോർഡറാണ്, അല്ലെങ്കിൽ ഡിപ്രഷനാണ്, അല്ലെങ്കിൽ മേനിയയാണ്. അതിനെ മരുന്ന് കൊണ്ട് ചികിത്സിച്ച് നല്ല വ്യത്യാസം വരും. പക്ഷേ രോഗി അതിന് തയ്യാറല്ല. കാരണം മിക്ക പ്രശ്നങ്ങളും
ഒരാൾ മാനസിക ചികിത്സയ്ക്ക് തയ്യാറല്ലെങ്കിൽ ഒരു കോടതി ഉത്തരവിന് മാത്രമേ അവരെ അതിന് നിർബന്ധിക്കാൻ പറ്റത്തുള്ളൂ. ഒരു അഡൾട്ടിനെ കോടതികൾ അങ്ങനെ എളുപ്പത്തിൽ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം തന്നെ കളയുന്നതാണ് ഒരു നിർബന്ധിത ചികിത്സ എന്ന് പറയുന്നത്. ഓട്ടോണമി എന്ന കൺസെപ്റ്റ് തന്നെ ഈസ് പാരമൗണ്ട്. ഇൻഡിവിജ്വൽ റൈറ്റിൽ ഒരു ഭാഗമാണ് ഓട്ടോണമി. ഞാൻ എന്ത് ചികിത്സ തേടണമെന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതും വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു കാര്യമാണ്. സത്യം പറയുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് എനിക്കറിയാം, എനിക്ക് സഹായിക്കാൻ പറ്റും. മക്കൾ സഹായം തേടി വരും, അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് സഹായം തേടി വരും. പക്ഷേ രോഗി അതിന് തയ്യാറല്ല. കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയ ഒരു സൈക്യാട്രിസ്റ്റിന് അവരോട് സംസാരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പം ആൾക്കാർ പലപ്പോഴും എൻ്റെ അടുക്കൽ കൊണ്ടുവരും, കള്ളം പറഞ്ഞു. ഞാൻ പറയും, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്നൊരു കാര്യമല്ല. പല ദിവസങ്ങളായിട്ട് അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഞാൻ പറയുന്ന ഡയറക്ഷൻസ് കേൾക്കേണ്ട. അവർക്ക് ഒരു കള്ളത്തിൽ നിന്നൊരു ബന്ധം തുടങ്ങിയാൽ അതിന് ശാശ്വതത്വമില്ല, അതിന് എഫക്റ്റും ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും നല്ലത് എന്തു പ്രശ്നമാണെങ്കിലും ആ രോഗിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു മാനസിക രോഗം ഒരാൾക്കുണ്ടാവുമ്പം ഒരുപക്ഷെ 98% രോഗങ്ങളും 98-99% ബഹുഭൂരിപക്ഷം രോഗങ്ങളും ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന ആ രോഗി തന്നെയാണ്. മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ, ചുറ്റിലുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഉണ്ടായിരിക്കും, അത് വ്യത്യസ്തമായിരിക്കും. പ്രശ്നം വരുന്നത് എപ്പോഴാണെങ്കിലും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പറഞ്ഞാണ് രോഗിയെ നമ്മൾ ചികിത്സയ്ക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അതിനു പകരം അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് കൂട്ടിക്കാണിച്ച് അതിനെക്കുറിച്ച് അവരെ ബോധവൽക്കരിച്ച് അതിനൊരു ചികിത്സ എന്നുള്ള രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിരിക്കും കുറേ കൂടെ അഭികാമ്യം. ഓക്കെ, കുട്ടികളാണെങ്കിൽ ഞാൻ എപ്പോഴും പറയും സൈക്കോളജിൻ്റെ അടുക്കൽ അവിടുന്ന് തുടങ്ങാം. പക്ഷെ മിക്ക ഒട്ടുമുക്ക വാർദ്ധക്യത്തിലുണ്ടാകുന്ന മാനസിക രോഗങ്ങൾക്ക് മരുന്നുകളുടെ ആവശ്യം വരും. അതുകൊണ്ടാണ് ഒരു പക്ഷേ സൈക്യാട്രിസ്റ്റ് ഒരു ഫസ്റ്റ് ഷോട്ട് സൈക്യാട്രിസ്റ്റ് എന്ന രീതിയിൽ ആദ്യത്തെ സഹായം തന്നെ മെഡിക്കൽ സഹായം സൈക്യാട്രിസ്റ്റ് എന്ന രീതിയിൽ കാണുന്നത് നല്ലത്. അപ്പം ഇതിന് രീതിയിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകളെ മുൻപിൽ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് അവരെ ഒരു ഡോക്ടറിൻ്റെ കൊണ്ടുവരാൻ